മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണനാണെങ്കിൽ എല്ലാവരോടും സത്യങ്ങൾ പറയുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കണ്ണൻ മോഹിനിനെ കാണാൻ വരുന്ന സമയത്ത് മോഹിനിയോട് കണ്ണൻ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എനിക്കെൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു. തിരിച്ച് അച്ഛനും അതുപോലെ തന്നെയായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടു വളർന്ന കുഞ്ഞ്. എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം തന്നത് എൻ്റെ അച്ഛനാണ്. ആ ഒരു അച്ഛനെ നഷ്ടപ്പെടുമ്പം എനിക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവും മോനെ. എന്നാലും മോൻ്റെ പിണക്കമൊക്കെ മാറിയല്ലോ, മോളാകെ സങ്കടത്തിലായിരുന്നു, എപ്പോഴും അതും പറഞ്ഞ് കരച്ചിലും വിഷമമായിരുന്നു എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം അയാൾ ആസ്പത്രിയിലാവാൻ കാരണക്കാരൻ തന്നെ ഞാനാന്ന് പറയുമ്പോൾ മോഹിനി അപ്പോഴാണ് ഈ മഹാലക്ഷ്മി ആസ്പത്രിയിലാണെന്നുള്ള കാര്യം തന്നെ അറിയണേ. മോഹിനി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ ആസ്പത്രിയിലാണോ, മോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്ത് അനന്തുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും സത്യങ്ങൾ മറച്ചു വെച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം ഉണ്ടായത്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഒരിക്കലെങ്കിലും മഹിക്കത് പറയായിരുന്നല്ലോ. എൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപന എന്നുള്ള സത്യം ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. എന്തായാലും അന്ന് ഒരാളും കൂടി ഉണ്ടായിരുന്നു, കുഞ്ഞു മഹി, 5 വയസ്സുകാരി പെൺകുട്ടി. അവൾ ഇത്രയും നാളും മറച്ചു വെച്ചതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. അവളോട് മാത്രമല്ല അനന്തുവിനോടും ലേഹനോടൊക്കെ എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു. അന്നേരം മോഹിനി പറയുന്നുണ്ട്, മോനെ അത് വേറെ ഒന്നുകൊണ്ടും അല്ല, ലക്ഷ്മി മോള് ഈ അടുത്ത നാളുകളിലാണ് എന്നോട് പോലും ആ വിവരം പറഞ്ഞത്. അന്ന് മോള് കണ്ണനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചപ്പോൾ ഞാൻ മോളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. അന്നൊന്നും മോൾ എന്നോട് ഇത് പറഞ്ഞിരുന്നില്ല. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അതെനിക്കറിയാം, ഞാനന്ന് പെണ്ണ് കാണാൻ വന്ന സമയത്ത് അമ്മയുടെ മുഖത്ത് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹി എന്നെ വിവാഹം കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഞാനന്ന് ഒരുപാട് എതിർത്തതാ, പക്ഷെ മോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അന്ന് രണ്ടാനച്ഛൻ മൂലം വൈകല്യം സംഭവിച്ച എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ തീരുമാനം എടുത്തത്. അങ്ങനെ ഒരു കാരണം ഉണ്ടെന്ന് എനിക്ക് പിന്നീടാ മോനെ മനസ്സിലായത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആ സമയത്ത് ആ മോൾ ഈ സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. അതുവരെയും എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു മോനെ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും മഹിയുടെ ആ തീരുമാനം കൊണ്ടാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എൻ്റെ ബന്ധുക്കൾ എന്നെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയേനെന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, എന്തായാലും മോനക്ക് മോളോടുള്ള ദേഷ്യമൊക്കെ മാറിയല്ലോ, മോള് ജീവിക്കുന്നത് തന്നെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. എന്തായാലും ഇനിയിപ്പോൾ മോൻ എന്താ തീരുമാനിച്ചേക്കണേ. പിന്നെ മോനെ എനിക്ക് വേറൊരു സംശയമുണ്ട്, ഈ വാമദേവൻ എന്ന് പറയുന്ന ആൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോയെന്ന്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതല്ല, അയാളാണ് പ്രതാപേട്ടൻ സത്യങ്ങൾ വിളിച്ചു പറയാമെന്നും പറഞ്ഞ് പ്രതാപേട്ടനെ പ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കിയത്. അത് മാത്രമല്ല, ഇതിനു മുമ്പ് അയാൾ 1-2 പ്രാവശ്യം ഇവിടെ വന്നപ്പോഴൊക്കെ ഇവൻ കൊലയാളിയാണെന്നും പറഞ്ഞ് പ്രതാപേട്ടൻ അയാളെ ചീത്ത പറയണുണ്ടായിരുന്നു. അതെന്തിനാ ഈ അമ്മാവന് പ്രതാപൻ ചീത്ത പറയണമെന്ന് ചോദിക്കുമ്പം അതാ എനിക്ക് മനസ്സിലാവാത്ത മോനെ. ഇനിയിപ്പോൾ മോൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ ഈ വാമദേവൻ ഉണ്ടോയെന്ന് സംശയമുണ്ട്. കാരണം പ്രതാപേട്ടനും വാമദേവനുമായിട്ട് മുമ്പേ പരിചയക്കാരാ, അല്ലാതെ മോൻ്റെ അച്ഛനും പ്രതാപേട്ടനുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കും ആ സംശയം ഇല്ലാതില്ല. അന്ന് അച്ഛൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ അമ്മാവൻ കമ്പനിയിൽ ഒരുപാട് അഴിമതികൾ നടത്തിയിരുന്നു. അത് അച്ഛന് മനസ്സിലായി. കമ്പനിയിൽ നിന്ന് അച്ഛൻ അമ്മാവനെ പുറത്താക്കാനിരുന്ന ആ ഒരു സമയത്ത് അച്ഛന് ഈ ആക്സിഡൻറ്റ് പറ്റിയതും അച്ഛൻ മരിച്ചതും. പിന്നീട് ഞാൻ ആ കാര്യങ്ങളൊക്കെ വിട്ടു. എനിക്ക് അച്ഛൻ മരിച്ചതോടുകൂടി എൻ്റെ മനസ്സിൻ്റെ കൺട്രോളിൽ പോയി. പിന്നെ അമ്മാവനായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേ നാൾ അതിൻ്റെ പിന്നാലെ ഞാൻ അന്വേഷിച്ചെങ്കിലും ആ ലോറിയെക്കുറിച്ചോ ഡ്രൈവറെക്കുറിച്ചോ ഒരു വിവരവും കിട്ടിയില്ല. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, പ്രതാപേട്ടൻ എപ്പോഴാണ് മോനോട് സത്യങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അന്ന് 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ് മഹിയുടെ അമ്മയുടെയും കൂടെ ഞാനിവിടെ വന്നില്ലേ, ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എനിക്ക് നല്ല സംശയം തോന്നിയായിരുന്നു. അത് മാത്രമല്ലല്ലോ, 7-ാം മാസത്തെ ചടങ്ങ് നടക്കുന്ന സമയത്ത് അയാൾ അവിടെ വന്ന് എന്തൊക്കെയോ വിളിച്ചു പോയി. അപ്പോൾ അനന്തും എല്ലാവരും ചേർന്ന് അയാളുടെ വാ മൂട്ടിക്കെട്ടി കൂടി വിടുകയും ചെയ്തല്ലോ. അങ്ങനെ നിങ്ങൾ മാറിയ സമയത്ത് ഞാൻ അയാളുടെ റൂമിലേക്ക് ചെന്നായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛനെ കൊന്നത് അയാളാ, കൂടെ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ആ സമയം മോഹിനി പറയുന്നുണ്ട്, അതറിഞ്ഞിട്ടല്ലേ മോനപ്പോൾ മോളോട് ദേഷ്യപ്പെട്ടേന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മേ, അയാൾ ഇത്രയും നാളും ആ രഹസ്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ. മറ്റാരേക്കാളും നന്നായിട്ട് അയാൾക്കറിയാം എനിക്ക് എൻ്റെ അച്ഛൻ ആരായിരുന്നു എന്നും എനിക്ക് അച്ഛനോടുള്ള സ്നേഹം എന്തായിരുന്നു എന്നും. അപ്പോൾ അയാൾക്ക് എന്നോട് ഇതൊന്നും സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യാറുന്നല്ലോ എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അത് വേറെ ഒന്നുകൊണ്ടും അല്ല മോനെ, കരുണയും അവിടെ ഉണ്ടല്ലോ. മരിച്ചത് കണ്ണൻ്റെ അച്ഛൻ മാത്രമല്ലല്ലോ, ഉണ്ണിയുടെയും കൂടി അച്ഛനല്ലേ. ഇനിയിപ്പോൾ കരുണയുടെ അച്ഛനാ ഉണ്ണിയുടെ അച്ഛനെ കൊന്നേന്ന് അറിഞ്ഞാൽ ഉണ്ണി കരുണയെ പിന്നെ അവിടെ വാഴിക്കില്ലല്ലോ. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അടിച്ചിറക്കി വിടാനില്ലേ നോക്കുള്ളൂ. സ്വന്തം അനുജത്തിയുടെ ജീവിതം തകരരുതെന്ന് കരുതിയിട്ടായിരിക്കും ലക്ഷ്മി മോൾ അത് മറച്ചു വെച്ചേന്ന്. അന്നേരം
കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സത്യങ്ങൾ ഞാൻ അറിഞ്ഞില്ലേ, പിന്നെ അമ്മാവനിപ്പോൾ വേറൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാശുണ്ടാക്കാൻ, അതെന്താ മോനെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മിയെ ബ്ലാക്ക് മെയിൽ ചെയ്യല് എന്തെന്ന് പറഞ്ഞാൽ അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, ഞാൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുതി അയാൾ മഹിയോട് പറയണത് പൈസ കൊടുത്തില്ലെങ്കിൽ സത്യങ്ങളല്ല എന്നോട് പറയൂന്നും പറഞ്ഞ് മഹിയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് മോൻ അയാളോടൊന്നും ചോദിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും ചോദിക്കാൻ പോയിട്ടില്ല, ഞാൻ സത്യങ്ങൾ അറിഞ്ഞു എന്ന് ഈ നിമിഷം വരെ അയാൾക്ക് അറിയുമില്ല, ഇപ്പം തന്നെ അയാൾക്ക് 60 ലക്ഷം കൊടുക്കാമെന്ന് അനന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട് അതെന്തിനാ മോനെ അയാൾക്ക് പൈസ കൊടുക്കണേന്ന് ചോദിക്കുമ്പം അത് കൊടുക്കാനൊന്നും അല്ല അമ്മേ, വെറുതെ അയാൾ മോഹിച്ചോട്ടെ എന്ന് കരുതിയ അയാളുടെ പണത്തോടുള്ള ആർത്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്തായാലും ഇന്ന് തന്നെ അനന്തും അയാളെ വിളിക്കും പണം കൊടുക്കാനാന്നും പറഞ്ഞ്. പക്ഷെ പണമൊന്നും അല്ല കൊടുക്കാൻ പോകുന്നത്, ശരിക്കും മാർക്കോയുടെ കൈയുടെ ചൂടാ വാമദേവനെ അറിയാൻ പോണേന്ന്. പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ പോട്ടെ അമ്മേ, മഹി എന്നെ അവിടെ നോക്കി നിൽക്കുവാന്ന് പറഞ്ഞ് കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ പ്രതാപന്റെ കാർ അങ്ങോട്ട് വരുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെയും അനന്തുവിനെയും ലേഖേനെയൊക്കെയാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ അനന്തുവിനോടും ലേഖേനോടും പറയുന്നുണ്ട് കണ്ണേട്ടൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ലേഖ എന്ന് പറയുമ്പം അതിനെന്തിനാ മഹി നീ പേടിക്കണ, നിന്റെ രണ്ടാനച്ഛൻ അവിടെ ഒന്നും ഇല്ലല്ലോ, അയാൾ പ്രാന്താശുപത്രിയിലല്ലേ, എന്തായാലും നിന്റെ അമ്മേനെ കണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ പോയായിരിക്കും എന്ന് പറയുമ്പം എന്നാലും അമ്മയോട് ഇത്രയധികം സംസാരിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മ വാമദേവനെ കുറിച്ച് ചില സംശയങ്ങൾ പറഞ്ഞെന്ന് നീ കണ്ണേട്ടനോട് പറഞ്ഞിരുന്നില്ലേ, ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാനായിരിക്കും, നീ എന്തായാലും ടെൻഷനാവുമൊന്നും വേണ്ട, കണ്ണേട്ടൻ അയാളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, കണ്ണേട്ടൻ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോവുള്ളൂ, കണ്ണേട്ടന് ആശിച്ച് മോഹിച്ച് കിട്ടിയ ജീവിതവും ഒരു കുഞ്ഞോ അതില്ലാണ്ടാക്കാനൊന്നും കണ്ണേട്ടൻ നോക്കൂലാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും കാണുന്നത് കണ്ണനെയാണ്. കണ്ണന് പ്രതാപനെ കാണുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയും കണ്ണനെ അവിടെ കണ്ട് ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ വലിയ സ്നേഹത്തോടു കൂടി ഓടി വന്നിട്ട് കണ്ണാ മോനെ നീ എപ്പോഴാണ് വന്ന്, നീ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പം അല്ല ഞാൻ ഇനിയും വരാനിരിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ ഇയാളെ കാണാൻ വേണ്ടിയാണ് വന്നത്, വന്നപ്പോൾ ഇയാൾ ഇവിടെ ഇല്ലായിരുന്നു, പോണേനും ഇയാളെ കാണാൻ പറ്റിയില്ലോ. അങ്ങനെ പ്രതാപൻ്റെ മുന്നിലേക്ക് എന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട് ഇയാൾ എന്തിനാ എൻ്റെ അച്ഛനെ കൊന്നേന്ന്. ആ സമയം പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ അതുപോലെ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്, ഇവൻ എങ്ങനെ സത്യങ്ങൾ അറിഞ്ഞു, ഇനി ലക്ഷ്മി എങ്ങാനും പറഞ്ഞതാണോ എന്നൊക്കെ ഓർക്കുമ്പം മോനെ നീ എന്താ മോനെ ഈ പറയണേന്നൊക്കെ പ്രതാപൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയണേന്നോ, എൻ്റെ അച്ഛനെ നിങ്ങളല്ലേ കൊന്നേ, അതെന്തിനാന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഇല്ല മോനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് താൻ തന്നെ എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞതല്ലേടോ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ, പിന്നെ താനിപ്പോൾ മാറ്റി പറയണേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ ആകെ ഇങ്ങനെ നിന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മോനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ, മോൻ എന്നോട് പൊറുക്കണം, അറിഞ്ഞുകൊണ്ടല്ല, കണ്ണൻ്റെ അച്ഛനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ ആരായിരുന്നു എന്ന് ഇയാൾക്ക് അറിയോടോ, ഞാൻ ഈ ലോകത്ത് എത്ര മാത്രം എൻ്റെ അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയോ, ഇപ്പോഴും എൻ്റെ സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള അച്ഛനെ ഇല്ലാതാക്കിയാൽ ഇയാളെ ഞാൻ വെറുതെ വിടില്ലടോ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ വീൽ ചെയർ ഉരുട്ടി ചെന്ന് ഈ പ്രതാപൻ്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആ സമയം പ്രതാപൻ്റെ അമ്മ ചെന്നിട്ട് വേണ്ട മോനെ കണ്ണ അവനൊന്നും ചെയ്യണ്ടാ, അവൻ വെറുതെ പറഞ്ഞതാ, അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടരുത്, സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കണ്ട എന്ന് പറയണം. ആ സമയത്ത് പ്രതാപന് മനസ്സിലാവുന്നുണ്ട് കണ്ണൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി വെറുതെ വിടൂലാന്ന്. എന്നിട്ട് പ്രതാപനാണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് വേണ്ട മോനെ ഒന്നും ചെയ്യല്ലേ മോനെ എന്നൊക്കെ പറയുമ്പോൾ ഈ കണ്ണൻ പ്രതാപനെ പിടിച്ചൊരു അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ കാറിലേക്ക് ഇടിച്ച് വീഴുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ ഓടിച്ചെന്ന് താങ്ങുന്നുണ്ട്. അങ്ങനെ താങ്ങി എഴുന്നേൽപ്പിച്ചതും കണ്ണൻ പറയുന്നുണ്ട് ഇതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതലായിട്ട് അത് അറിയാൻ പോകുന്നത് നിങ്ങളുടെ മകളാണ്. നിങ്ങളുടെ മകളിപ്പോൾ എൻ്റെ തറവാട്ടിലല്ലേ ജീവിക്കുന്നത്, അവൾക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ കാണിച്ചു തരാം, അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം, അവൾ മഹീനെ എന്നെ ഒരുപാട് ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ട്, അതിനുള്ളതൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്നും പറഞ്ഞ് കണ്ണൻ ദേഷ്യത്തോടുകൂടി തന്നെ കാറിൽ കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയാണ്. വാമദേവനെ അനന്ത് വിളിക്കുകയാണ്. അനന്ത് വിളിച്ചതും വാമദേവൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് അനന്ത് മോനല്ല വിളിക്കണേന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ അനന്ത് പൈസ റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ ആ റെഡിയായി അമ്മാവൻ പോരെ, ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാമദേവൻ പോവാൻ ഇറങ്ങുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട് വാമേട്ട ആ പൈസ കിട്ടിയാൽ സൂക്ഷിക്കണോട്ടോ, ആ കരുണ എങ്ങാനും പറഞ്ഞ് ആകെ പ്രശ്നമാവും, ഇനി ആ കരുണയ്ക്ക് ഒരു 5 ലക്ഷം കൊടുത്ത് അവളുടെ ശല്യം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് വാമദേവൻ പോകുന്നുണ്ട്. ഈ
ഈ സമയത്ത് നമ്മളുടെ അനന്തു ആണെങ്കിൽ വാമദേവനെ നോക്കി നിൽക്കാണ്. അനന്തുവിൻ്റെ കയ്യിൽ ഒരു സൂട്ട് കേഴ്സും ഉണ്ട്. അങ്ങനെ വാമദേവൻ ചെന്നിറങ്ങിയതും അനന്തുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ സൂട്ട് കേഴ്സ് കണ്ടിട്ട് വാമദേവൻ വിചാരിക്കുന്നത് അതിനകത്ത് നിറച്ചും കാശാണെന്നാ. അങ്ങനെ വാമദേവൻ അടുത്തേക്ക് ചെന്നത് അനന്ത് പറയുന്നുണ്ട്, അമ്മാവ ഇതോടുകൂടി ഈ പ്രശ്നം തീരണം. ഇനി കണ്ണനോട് സത്യങ്ങൾ പറയുമെന്നും പറഞ്ഞ് മഹിയെ പേടിപ്പിക്കാനോ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ പാടില്ല. ഇനി ഒരിക്കൽ കൂടി 5 പൈസ പോലും ചോദിച്ചുകൊണ്ട് അമ്മാവൻ വരാനും പാടില്ല. എന്തായാലും അമ്മാവൻ ഇപ്പം പൈസയും കൊണ്ട് പോയിക്കുമെന്ന് പറഞ്ഞാൽ ആ പെട്ടി കൊടുത്തതും ഈ വാമദേവൻ പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് 60 ലക്ഷം കിട്ടി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൈസയ്ക്ക് ആവശ്യങ്ങൾ വരും. അപ്പോഴും ഞാൻ ഇതുപോലെ പൈസ ചോദിച്ചു വരും. അന്നും നിങ്ങൾ എനിക്ക് ഈ പൈസ തന്നില്ലെങ്കിൽ സത്യങ്ങളെല്ലാം കണ്ണനെ അറിയുമെന്ന്. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, അപ്പം അമ്മാവൻ നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, 60 ലക്ഷം കിട്ടിയാൽ പിന്നെ ഒരു ശല്യത്തിന് വരില്ലാന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കിപ്പോൾ 60 ലക്ഷം രൂപ അത്യാവശ്യം ഉണ്ടായിരുന്നു. 15 ലക്ഷം ആയിരുന്നു ശരിക്കും ആവശ്യം. പക്ഷെ നീയായിട്ട് 60 ലക്ഷം തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അത് വേണ്ടാന്ന് വയ്ക്കണേ? മഹാലക്ഷ്മിക്ക് അർഹതയില്ലാത്ത മുതലല്ലേ അവളുടെ കയ്യിൽ എത്തിക്കണേ? കോടിക്കണക്കിന് രൂപയുടെ സ്വത്താ കണ്ണൻ്റെ അവളുടെ പേരിലുള്ളത്. അതിൽ നിന്നൊരു അംശം തന്നാൽ മതി എനിക്ക്. അവളത് മൊത്തം വിഴുങ്ങാൻ നിന്നിട്ടല്ലേ. ഇനിയിപ്പോൾ അവൾ തന്നില്ലെങ്കിൽ അവളുടെ ജീവിതം തീരുമെന്ന്. അത് കേട്ടുകൊണ്ട് നമ്മളുടെ മാർക്കോ കാറിലിരിക്കണതൊന്നും ഈ വാമദേവൻ കാണുന്നില്ല. ആദ്യം മുതലേ ഇയാളുടെ പെർഫോമൻസ് കാണുമ്പോൾ മാർക്കോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മാർക്കോ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കായിരുന്നു. ആ സമയത്താണ് ഇവൻ ഇങ്ങനെ പറയണത്. അത് കേട്ടതും നമ്മളുടെ മാർക്കോയാണെങ്കിൽ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ വാമദേവൻ മാർക്കോയെ കാണുന്നത് തന്നെ. മാർക്കോയെ കണ്ടതും വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്താ അനന്തു മാർക്കോയുമായിട്ട് വന്നേക്കണേന്ന് ചോദിക്കുമ്പം, അല്ല മാർക്കോയ്ക്ക് അമ്മാവനെ കണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ മാർക്കോനെയും കൂട്ടിക്കൊണ്ട് വന്നത്. ഇത് വലിയ ചതിയായി പോയി അനന്തു, ഇവനെ കൊണ്ടുവരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, അങ്ങനെയായിരുന്നെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നു എന്ന് പറയുമ്പം അതിനെന്തിനാ അമ്മാവൻ പേടിക്കണേ? അവൻ അമ്മാവനൊന്നും ചെയ്യാൻ വന്നതല്ലാന്ന്. പിന്നീട് മാർക്കോ ഈ വാമദേവന്റെ അടുത്തേക്ക് വന്നിട്ട് വാമദേവനോട് പറയുന്നുണ്ട്, അമ്മാവൻ എന്തായാലും പൈസയൊക്കെ കിട്ടിയില്ലേ, ആ പെട്ടി തുറന്ന് പൈസയൊക്കെ ഒന്ന് എണ്ണി നോക്കുന്ന. അങ്ങനെ വാമദേവനാണെങ്കിൽ പെട്ടി കാറിൻ്റെ മുകളിൽ വെച്ചിട്ട് തുറക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ കുറച്ച് പഴന്തുണിയൊക്കെയാണ് കിടക്കണത്, പൈസയൊന്നുമില്ല. ആ സമയം വാമദേവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടും കൂടി ചേർന്ന് എന്നെ ചതിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം തന്നെ ചതിക്കുമല്ല, തന്നെ ഉയരോടെ കത്തിക്കാനാണ് ഞങ്ങൾ വന്നേക്കണേന്നും പറഞ്ഞ് മാർക്കോ ഈ വാമദേവന്റെ ഷർട്ടിന്റെ കോളറെ കീഴിൽ പിടിക്കുന്നുണ്ട്. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, മോനെ അനന്തു എന്തൊക്കെയാടാ ഇത്, നീ പൈസ തരാമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പൈസയും തന്നില്ല, ഇവനെയും കൊണ്ട് തല്ലിപ്പിക്കുവാണോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയത്, നിങ്ങൾക്കിടെ പണത്തോടുള്ള ആർത്തി എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പൈസ തരാമെന്ന് പറഞ്ഞാൽ, അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ നിങ്ങൾ സത്യങ്ങൾ കണ്ണനോട് പറഞ്ഞു എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല. കണ്ണൻ സത്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിഞ്ഞേക്കണത്. പ്രതാപൻ കണ്ണനോട് പറഞ്ഞു, അതുകൂടാതെ മഹാലക്ഷ്മിയും സത്യങ്ങളെല്ലാം കണ്ണനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതും പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും നടക്കണ്ടെന്ന്. അത് കേട്ടതും വാമദേവനാണെങ്കിൽ പണി പാളിയിലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് വേറൊരു സംശയമുണ്ട്, ഈ പ്രതാപനും കണ്ണൻ്റെ അച്ഛനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പ്രതാപൻ കണ്ണൻ്റെ അച്ഛനെ കൊല്ലണമെങ്കിൽ നിങ്ങളായിരിക്കും അതിന് കാരണക്കാരൻ. ഇനി നിങ്ങളാണോ കൊട്ടേഷൻ കൊടുത്തതെന്നും കൂടി ഞങ്ങൾക്ക് അറിയാനുള്ളൂ. അത് കേട്ടതും വാമദേവൻ ശരിക്കും പേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല മോനെ അനന്തു, ഞാൻ അങ്ങനെ ചെയ്യുമോ? എൻ്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവല്ലേ വിശ്വനാഥൻ, അവനെ കൊല്ലണേ എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സഹോദരിയും മക്കളെന്നുള്ള ബന്ധമൊന്നുമില്ല, നിങ്ങൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. അല്ലെങ്കിൽ തന്നെ കണ്ണൻ്റെ അച്ഛൻ മരിക്കണ ആ സമയത്ത് നിങ്ങൾ കമ്പനിയിൽ എന്തൊക്കെയോ അഴിമതി നടത്തിയിട്ട് കണ്ണൻ്റെ അച്ഛൻ നിങ്ങളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ആ കണ്ണൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടേന്ന്. അത് കേട്ടതും വാമദേവനക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവാന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് മാർക്കോ ഈ വാമദേവന്റെ കർണക്കുറ്റി നോക്കി നല്ല അടി വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി ഇതുപോലത്തെ വർത്താനമായിട്ട് മഹാലക്ഷ്മിയുടെ കണ്ണുമെട്ടത്ത് ചെന്നാൽ തന്നെ ഞാൻ ജീവനോടെ വിടില്ല, തൻ്റെ മോനിപ്പോൾ കിടക്കണില്ലേ ആ അവസ്ഥ തന്നെയായിരിക്കും തനിക്കെന്നും പറഞ്ഞ് വാമദേവനെ കാറി കയറ്റി വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണ രാവിലെ എഴുന്നേറ്റതും ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഇന്നാണല്ലോ അമ്മാവന് ലക്ഷ്മി പൈസ കൊടുക്കാന്ന് പറഞ്ഞത്, എന്തായാലും അയാളായിട്ട് കൊണ്ടുവന്ന് തരുമൊന്നുമില്ല, നേരെ അമ്മാവൻ്റെ വീട്ടിലേക്ക് ചെല്ലാം, കൈയോടുകൂടി പൈസ വാങ്ങിക്കൊണ്ട് വരാം, പൈസ തന്നില്ലെങ്കിൽ അച്ഛന് കൊട്ടേഷൻ കൊടുത്തത് അമ്മാവനാന്ന് എല്ലാവരോടും പറയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താന്നൊക്കെ കരുതി വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങുമ്പം ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, മോളെ മോളിത് എവിടെ പോവാന്ന് ചോദിക്കുമ്പം എനിക്കൊന്ന് ടൗൺ വരെ പോകണം അമ്മയെ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഞാനിപ്പോൾ തന്നെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഈ കരുണ പോകുന്നുണ്ട്. കരുണ പോയി കഴിഞ്ഞതും ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, ഉണ്ണി അവൾ എന്തിനു പോയതാണെന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല അമ്മ, അവളുടെ അച്ഛന് സമനില തെറ്റി നടക്കാല്ലേ, അത് പിന്നെ അവൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഈ ദുർഗ പറയുന്നുണ്ട്, നീ കണ്ണൻ പറഞ്ഞതുപോലെ അയാളെ കാണാൻ പോയില്ലടാന്ന് ചോദിക്കുമ്പോൾ അയാളെ ഭ്രാന്താശുപത്രി കാണാൻ ചെന്നാൽ ആരെയും കാണിക്കില്ലാമേ, അതുകൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നു.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സീമന്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വാമദേവൻ പൈസയായിട്ട് വരുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വാമദേവൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടതും സീമന്തിന് ഓടി ചെല്ലുമ്പം വാമദേവൻ ആകെ വയ്യാത്ത പോലെയാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് സീമന്തിന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വാമേട്ട, വാമേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പൈസ എവിടെ വാമേട്ടാന്ന് ചോദിക്കുമ്പം പൈസ ഒന്നും കിട്ടിയില്ലടി സീമന്തിന്, അതെന്താ കിട്ടാത്തതെന്ന് ചോദിക്കുമ്പം കണ്ണൻ സത്യങ്ങളൊക്കെ അറിഞ്ഞടി, അതെങ്ങനെയാണ് കണ്ണനെ അറിഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് അന്ന് ആ 7-ാം മാസത്തെ ചടങ്ങിന് കണ്ണൻ പ്രതാപൻ്റെ വീട്ടിൽ ചെന്നില്ലേ, അന്നേരം പ്രതാപൻ തന്നെ അവനോട് സത്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൂടാതെ ഞാൻ പൈസ വേണമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയില്ലേ, അതിനുശേഷം മഹാലക്ഷ്മി നേരിട്ട് കണ്ണനോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി അതും പറഞ്ഞ് മഹാലക്ഷ്മിയുടെ പരിസരത്തേക്ക് പോലും എനിക്ക് ചെല്ലാൻ പറ്റില്ല, കണ്ണൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് അനന്തവും എല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചതാ സീമന്തിനിന്ന്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു എന്ന്. ഈ നേരത്താണ് കരുണ വരുന്നത്. കരുണ വന്നതും അമ്മാവ എൻ്റെ പൈസ താട്ടേന്ന് പറയുമ്പോൾ ഏത് പൈസയാ കരുണമോളെ നീ ചോദിക്കണേന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല ലക്ഷ്മി അമ്മാവന് 10 ലക്ഷം തന്നില്ലേ, അതിൽ നിന്ന് 5 ലക്ഷം എനിക്ക് തരാമെന്നല്ലേ പറഞ്ഞേന്ന് ചോദിക്കുമ്പം ഈ വാമദേവൻ പറയുന്നുണ്ട്, ഇനി ആർക്കും പൈസ ഒന്നും കിട്ടൂല, മിക്കവാറും ഇനി നടക്കാൻ പോകുന്നത് ഉണ്ണിയായിട്ട് തന്നെ നിന്റെ താലിമാല പൊട്ടിച്ചെടുത്ത് നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അപ്പം ഈ കരുണ ചോദിക്കുന്നുണ്ട്, അമ്മാവന് ഇത് എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുമ്പം കണ്ണൻ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അന്നേ നിന്റെ അച്ഛൻ കണ്ണനോട് സത്യങ്ങൾ പറഞ്ഞിരുന്നു, അതുകൊണ്ട് അവൻ ആ ദേഷ്യമൊക്കെ കാണിച്ചെന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും അമ്മാവ, എന്നെ ഉണ്ണിയേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിടൂലേ എന്ന് ചോദിക്കുമ്പം പിന്നെ അവനെ ഇറക്കി വിടാതിരിക്കുമോ, അവനൊക്കെ അവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്നെ ഉണ്ണിയേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛന് കൊട്ടേഷൻ കൊടുത്തത് അമ്മാവനാന്നുള്ള സത്യം എല്ലാവരും അറിയും, അതുകൊണ്ട് അമ്മാവൻ എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞു നിർത്തണം. അന്നേരം വാമദേവനാണെങ്കിൽ ആകെ പെട്ടുപോകുന്നുണ്ട്. സീമന്തിനിയും പറയുന്നുണ്ട്, മോളെ നീ അതൊന്നും പറഞ്ഞേക്കല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ണിയും ദുർഗയൊക്കെ അമ്മാവനെ വെറുക്കും, പിന്നെ കമലേശ്വരത്ത് കയറാൻ പോലും അമ്മാവന് പറ്റില്ല എന്ന്. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, എന്നാലും അത്രയും വലിയ ചതിയല്ലേ അമ്മാവൻ ചെയ്തതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണൻ പോയതിന് ശേഷം ഈ പ്രതാപനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. അപ്പോൾ പ്രതാപൻ്റെ അമ്മ വന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, ഇപ്പം നിന്റെ അസുഖത്തിന് കുറവ് കിട്ടിയില്ലേടാ, സ്വന്തം മകളുടെ ജീവിതം നീ തകർത്തേക്കണേ, കണ്ണനോട് നീ സത്യങ്ങൾ പറയാതിരിക്കാനാ ഞങ്ങൾ ഈ മാതിരി അഭ്യാസമൊക്കെ നടത്തിയത്, എന്നിട്ടും നീ ഞങ്ങളറിയാതെ കണ്ണനോട് സത്യങ്ങൾ പറഞ്ഞില്ലേ, ഇനി നിന്റെ മോളുടെ ജീവിതം എന്താവുമെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം അമ്മ ഞാനത് എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എപ്പോൾ പറഞ്ഞാലും നീ സത്യങ്ങൾ എല്ലാവരോടും വിളിച്ചു കൂവിയിട്ടുണ്ട്, കണ്ണന് മാത്രമല്ല അനന്തൂനും ലേഖയ്ക്കും എല്ലാവർക്കും ആ സത്യങ്ങൾ അറിയാം, പിന്നെ കൊട്ടേഷൻ തന്നത് വാമദേവനാന്നുള്ള സത്യം മാത്രമേ അവർക്ക് അറിയാത്തതുള്ളൂ എന്ന്. അങ്ങനെ ഈ പ്രതാപനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ പോയി കഴിഞ്ഞത് മോഹിനി വരുമ്പം പ്രതാപൻ മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, മോഹിനി കണ്ണൻ ഇവിടെ വന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എന്നോട് എന്ത് പറയാനാ, പ്രതാപേട്ടൻ തന്നെ എല്ലാ സത്യങ്ങളും കണ്ണനോട് പറഞ്ഞില്ലേ. അപ്പം ലക്ഷ്മിനോട് കണ്ണന് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ലക്ഷ്മി മോളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ കരുണയുടെ ജീവിതം എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും സ്വന്തം അച്ഛൻ്റെ കൊലയാളിയുടെ മകളെ അവിടെ വാഴിക്കുമെന്ന് തോന്നണില്ല, ഇനി അവളെ ഉണ്ണി അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മോള് തന്നെയായിരിക്കും നിങ്ങളെ വെറുക്കാൻ പോകുന്നത്, കണ്ണനോടും കണ്ണൻ്റെ അച്ഛനോടും ചെയ്ത ദ്രോഹത്തിന് നിങ്ങളുടെ മോള് തന്നെ നിങ്ങളെ ആട്ടിപ്പായിക്കും എന്നൊക്കെ മോഹിനി പറയുമ്പം പ്രതാപനക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ തിരിച്ച് കമലേശ്വരത്തേക്ക് വരാണ്. വരുന്ന സമയത്ത് കണ്ണനെ അവിടെ കണ്ടതും കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം കണ്ണൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണല്ലോ കരുണ നടന്നത്. ഇപ്പം തന്നെ കണ്ണന് സത്യങ്ങൾ അറിയാമെന്ന് മനസ്സിലായതും കരുണയ്ക്ക് ഇങ്ങനെ അകത്തേക്ക് വരുമ്പം ശരിക്കും കൈയും കാലൊക്കെ വിറയ്ക്കണ പോലെ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ കരുണ അകത്തേക്ക് വരുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെ പോയതാ അടിയുന്ന. നേരം കരുണ അത് ഞാൻ പുറത്തുനിന്ന് പോയതാന്ന് പറയുമ്പം നീ പുറത്ത് എവിടെ പോയതാ, നീ അമ്മാവനെ കാണാൻ പോയതല്ലേ ഇടിയെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കരുണയാണെങ്കിൽ ഞെട്ടിക്കൊണ്ട് അതേ കണ്ണേട്ടാന്ന് പറയണു. എന്തിനാണ് നീ അമ്മാവനെ കാണാൻ പോയ, ഇനിയിപ്പോൾ മഹീനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കിട്ടുന്ന പൈസേൻ്റെ ഓഹരി മേടിക്കാൻ പോയതാണോ എന്ന് ചോദിക്കുമ്പം കരുണയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഇത് കേട്ടോണ്ട് ദുർഗയും ഉണ്ണി അങ്ങോട്ട് വരുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടാ മോനെ ചോദിക്കണേ, വാമേട്ടൻ എന്തിനാ ഇവൾക്ക് പൈസ കൊടുക്കണേന്ന് ചോദിക്കുമ്പോൾ അത് അമ്മയ്ക്ക് അറിയില്ലേ, ഇവളൊക്കെ വിഷവിത്ത എന്ത് ചെയ്യാനും മടിക്കില്ല, ഇവളുടെ അച്ഛനെ പോലെ തന്നെ ചിലപ്പോൾ കൊല്ലാനും മടിക്കില്ല എന്ന്. അത് കേട്ടതും ദുർഗ ഉണ്ണി പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് കണ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും ഒന്ന് തെളിച്ച് പറ കണ്ണേട്ടാ, ഇങ്ങനെ പറഞ്ഞാൽ എന്താ മനസ്സിലാവണേന്ന് ചോദിക്കുമ്പം നമ്മളുടെ അച്ഛനെ കൊന്നത് ആരാന്ന് നിനക്ക് അറിയണോടെ ഉണ്ണിന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നമ്മളുടെ കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായ പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.